2-3 ദിവസമായിട്ട് പനി പിടിച്ചു കിടക്കുന്ന ജാനുവിന് ഒരേ ആഗ്രഹം ഇപ്പൊ ബ്രോസ്റ്റഡ് വേണമെന്ന്. വേണ്ട മോളെ, പനി അങ്ങോട്ട് മാറി വരുന്നല്ലേ ഉള്ളൂ, അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ജാനു കേക്കില്ല. ജാനു അടുത്തത് ഗ്രില്ലിൽ കയറി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ലാസ്റ്റ് ദോശയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് പുറത്ത് പോയി ദോശ കഴിക്കാന്ന് വിചാരിച്ചേ. അതാവുമ്പോ രാത്രി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുക്കിംഗ് എസ്കേപ്പ് ആവാമല്ലോ. അങ്ങനെ ഞങ്ങൾ പിള്ളേരെല്ലാം കെട്ടിപ്പിറക്കി ഇതാണ്ട് പോവാണേ. എന്താണെന്നറിയില്ല, ഈ ലിഫ്റ്റിൽ കയറുമ്പോൾ ഈ മിറർ നോക്കി 2 സെൽഫിയോ ഇല്ല 2 വീഡിയോ ഒക്കെ എടുത്തില്ല, ഒരു സമാധാനം ഇല്ലാതായി കൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഞങ്ങൾ ദോശ കഴിക്കാനാണ് ഇറങ്ങിയെങ്കിൽ പോലും വഴിയിലെത്തിയപ്പോഴത്തേക്ക് പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊറോട്ടയും മീൻ പൊരിച്ചതും കഴിക്കാനായേ. അതായത് ഇവിടെ ഒരു നല്ല സ്പോട്ട് ഉണ്ട്, അവിടെ നല്ല പൊറോട്ടയും മീൻ പൊരിച്ചതും കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. പക്ഷെ ജാനോട്ട് നമ്മൾ പൊറോട്ട എടുക്കില്ല കേട്ടോ. ജാനോട്ടും സാത്തൂട്ടും നമ്മൾ ദോശയാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ദാണ്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈ അല്ലല്ലോ, ഫിഷ് ഫ്രൈ. തന്ന പൊറോട്ട കാണാനാണെങ്കിൽ യാതൊരുവിധ ലുക്കും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ മീൻ എന്തോ ശരി എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. ഈ മീൻ നമ്മൾ റൂമിൽ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കഴിക്കാറില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ മസാലയുടെ ഒക്കെ പ്രത്യേകതയാണോ എന്തോ, എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ജാനോട്ടിന് ദോശ കൊടുത്തപ്പോൾ ഉള്ള അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ജാനോട്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ദോശയ്ക്ക് ഒരു ശക്കലം പോലും ഉപ്പില്ലായിരുന്നേ. പിന്നെ നമ്മൾ അവരോട് പറഞ്ഞിട്ട് വേറെ ദോശയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ സമയം കൊണ്ട് ഞാനും എല്ലാം ടേസ്റ്റ് ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഗ്രേവി ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്തത്, സൂപ്പർ ഗ്രേവി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഇരുന്ന മീനെ നമ്മൾ പിച്ച് ഞാൻ ദാണ്ട് ഏകദേശം ഈ അവസ്ഥയിലും ബാക്കിയുള്ളവരൊക്കെ ദാണ്ട് ഇങ്ങനെ എല്ലും മുള്ളും ഒക്കെ, അതായത് എല്ലും തോലും ആകുമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. നമ്മൾ ശരിക്കും ഇവിടെ വന്നത് ജാനോട്ടിന് ബ്രെഡ് വാങ്ങിക്കാനായിരുന്നു കേട്ടോ. പക്ഷെ വന്നപ്പോൾ എന്തെങ്കിലും മീൻ ഉണ്ടായിരുന്നു നോക്കാന്ന് വിചാരിച്ചിട്ട്. മീനൊക്കെ കുറെ ഉണ്ടായിരുന്നെങ്കിലും അത്ര നല്ല മീനൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫ്രഷ് ആയിട്ടൊക്കെ തോന്നുമെങ്കിലും കുറെ പഴക്കം ചെന്നത് പോലെ തോന്നി. പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാന്ന് വെച്ച് തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാനോട്ട് ന്യൂട്ടെല്ല വേണമെന്ന് പറഞ്ഞു. അപ്പൊ നേരെ നമ്മൾ ന്യൂട്ടെല്ല എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ജാനോട്ടിന് ബ്രേക്ക്ഫാസ്റ്റും ന്യൂട്ടെല്ലയും ബ്രെഡും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ബ്രെഡും ബണ്ണും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പനി ആയതുകൊണ്ടായിരിക്കും ജാനോട്ടിന് എല്ലാ ഫുഡും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ജാനോട്ടും വാശി പിടിക്കുന്ന ഫുഡുകൾ നമ്മൾ വാങ്ങിക്കൊടുത്താൽ ആൾ അതും അങ്ങോട്ട് കഴിക്കുന്നില്ല. വിശന്നിരിക്കണ്ടല്ലോ, എന്തേലും വയറിൽ ചെന്നോട്ടെന്ന് പറഞ്ഞ് അത്യാവശ്യം പറയുന്ന സാധനങ്ങൾ, അതായത് ഈ പനി ആയാലും കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ജാനുവിന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിയ പിന്നെ നമുക്ക് അധികം അവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞങ്ങളുടെ ഈ കുട്ടിക്കുരുപ്പുകൾക്കൊക്കെ പിന്നെ ചോക്ലേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പിറക്കിയെടുക്കാനൊക്കെ തോന്നുവേ. അവരുടെ ഉത്തരവാദിത്തം കൊണ്ടോ അവരെടുത്ത ചോക്ലേറ്റ്സ് അവർ ആദ്യം തന്നെ കൊടുത്ത് ബില്ലൊക്കെ അടിച്ച് മാറി വാങ്ങി നിപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ വേണേ ബില്ലടിച്ചിട്ട് വായോ എന്നുള്ള രീതിയിലാണ് രണ്ടുപേരുടെ നിപ്പ്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ദാണ്ട റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സാത്തു ദാണ്ട പൊന്നുവിന്റെ കാലിൽ നിന്ന് ചെരുപ്പൊക്കെ ഇവര് വാങ്ങിയിട്ടുണ്ട് തണുക്കുന്നെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഈ പിള്ളേർക്കൊക്കെ അവരവരുടെ ചെരുപ്പിനെക്കാട്ടിലും വലിയവരുടെ ചെരുപ്പൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം. അപ്പൊ അതെന്തെങ്കിലും ആവട്ടെ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന ബൈ ബൈ.